ആലപ്പുഴയിലെ ബൈപ്പാസ് നിർമ്മാണത്തിനിടെ ആ ഗർഡർ തടർന്നു വീഴുന്ന ദൃശ്യങ്ങൾ ഞെട്ടലോടെയാണ് നമ്മൾ എല്ലാവരും കണ്ടത്. അപ്രതീക്ഷിതമായി വലിയ ശബ്ദത്തോടെ അടർന്നു വീണ ഗർഡറുകൾ, അതുണ്ടാക്കിയ ആഘാതം, അതിന് ഞെട്ടൽ ഇതുവരെയും യാത്രക്കാർക്കും നാട്ടുകാർക്കും വിട്ടുമാറിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ അപകടത്തിന് ശേഷം ആരും പാളത്തിന് താഴെ ഇപ്പോൾ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നില്ല. പലരും ഭയന്ന് പാളത്തിന് താഴെയുള്ള റോഡിലൂടെയുള്ള യാത്രയും ഇപ്പോൾ ഇല്ല, അതൊക്കെ മാറ്റിവെച്ചിരിക്കുകയാണെന്നാണ് ആലപ്പുഴയിൽ നിന്ന് മനീഷ് മഹിപാൽ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഭീതി വേണ്ട എന്നാണ് ദേശീയപാത അതോറിറ്റി അധികൃതർ അറിയിക്കുന്നത്. എന്താണ് ആ അപകടശേഷം അവിടുത്തെ അവസ്ഥ എന്ന് നോക്കാം. 3 ആഴ്ചയ്ക്ക് മുൻപ് സ്ഥാപിച്ച ഗർഡറുകൾ 30 അടി ഉയരത്തിൽ നിന്നാണ് തകർന്നു വീണത്. 4 ഗർഡറുകൾ തകർന്നു വീണപ്പോൾ ഉണ്ടായ കോൺക്രീറ്റ് അവശിഷ്ടം 5648 ഘനയടിയാണ്. ആഘാതത്തിൽ സമീപത്തെ 3 വീടുകൾക്ക് വിള്ളലുണ്ടായി. ബൈപ്പാസ് നിർമ്മാണ മേഖലയിലൂടെ പോകാൻ പോലും ഭയക്കുകയാണ് ഇപ്പോൾ യാത്രക്കാർ. ഇതിന്റെ മുകളിൽ കൂടെ ഇരിക്കാണ്ട് ജനങ്ങൾ കംപ്ലീറ്റ് എറണാകുളം തിരുവനന്തപുരം പോകേണ്ടത്. ഇതിപ്പം സത്യമായ പേടിയാണ്. എങ്ങനെ പോകാനാണ്? ഇതെന്താണ് ഈ കാണുന്നത്? എല്ലാം കൂടെ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴ്ത്തു വീണ് കിടക്കുന്നത്. എന്താ സേഫ്റ്റി ഉള്ളത്? ഇതിന്റെ അടിയിൽ കൂടെ തന്നെ പോകാൻ പേടിയായിപ്പോ. എങ്ങനെ പോകും? സത്യം പറഞ്ഞാൽ ഇതിലെ കൂടെ ഞാൻ സെന്റർ പിടിച്ചാൽ പേടി ഇടിഞ്ഞു പൊളിഞ്ഞ് വീണാലോ. ആലപ്പുഴ ബീച്ചിൽ ഉല്ലസിക്കാനെത്തുന്നവർ കടുത്ത വെയിലിൽ നിന്ന് മോചനം തേടി മേൽപ്പാലത്തിന്റെ താഴ്ഭാഗത്താണ് വിശ്രമിക്കുന്നത്. വിനോദസഞ്ചാരത്തിനെത്തുന്നവരുടെ വാഹനങ്ങളും ഇവിടെയാണ് പാർക്ക് ചെയ്യുന്നത്. പാലത്തിന്റെ താഴെയുള്ള പാതയാണ് പ്രഭാത സവാരിക്കും തിരഞ്ഞെടുക്കുന്നത്. ഒരാൾക്ക് പോലും പോറലുണ്ടാകാതെ എങ്ങനെ അപകടം ഒഴിവായി എന്ന് പലർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഈ ഭാഗത്തായതുകൊണ്ട് വലിയ അപകടം ഉണ്ടായില്ല. നേരെ വഴി അപ്പുറത്തോട്ട് വല്ല ആണെങ്കിൽ ആ വണ്ടിയിൽ എത്രയോ വണ്ടിയാണ് അതിൻ്റെ മുകളിൽ അടിയിൽ കൊണ്ടുവന്നിടുന്നത്. ഇത് വല്ലാത്തൊരു അവസ്ഥയായി പോയി. ഇത് ശരിക്കും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു സംഭവമാണ് ഇത്. തീർച്ചയായിട്ടും ഇത് വ്യക്തമായ നടപടി ഇതിന്റെ പിന്നിലുണ്ടാകണം. അവധി ദിനമായ ഞായറാഴ്ച തകർന്നു വീണ ഗർഡറുകൾക്ക് താഴെ നിരവധി വാഹനങ്ങളായിരുന്നു പാർക്ക് ചെയ്തിരുന്നത്. ഒഴിവായത് വലിയ ദുരന്തമാണ്. സംഭവത്തിന് പിന്നിൽ ഉദ്യോഗസ്ഥരും കരാറുകാരും ചേർന്നുള്ള അഴിമതിയാണെന്നും സമഗ്രമായ അന്വേഷണം വേണമെന്നുമാണ് കോൺഗ്രസിന്റെ ആവശ്യം. ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരിശോധനയോ ശാസ്ത്രീയമായ പഠനമോ നടത്തിയിട്ടുണ്ടോ എന്നുള്ള വലിയ സംശയം ഇപ്പോൾ ഇതോടുകൂടി രൂഢനോ മൂലമായിരിക്കും. ഇതാണ് പ്രശ്നം. അതുകൊണ്ട് ഇതിന് നിവൃത്തി ഉണ്ടാകണം. ആ നിവൃത്തി ഉണ്ടാകാതെ പോയാൽ ഭാവിയിൽ വലിയ ദുരന്തം ഉണ്ടാകുമോ എന്ന് ഭയക്കുന്നു. അന്വേഷണം ആവശ്യപ്പെട്ട് KC വേണുഗോപാൽ MP കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിക്ക് കത്ത് നൽകി. കോഴിക്കോട് NITയിൽ നിന്നുള്ള വിദഗ്ധ സംഘമടക്കം എത്തി പരിശോധന നടത്തും. റെയിൽവേ എഞ്ചിനീയർമാർ ഉൾപ്പെട്ട സമിതിയുടെയും വിദഗ്ധ അഭിപ്രായം തേടും. 2 ദിവസങ്ങൾക്കകം അപകട കാരണം സംബന്ധിച്ച് റിപ്പോർട്ട് ദേശീയപാത അതോറിറ്റിക്ക് കൈമാറും. ഗർഡറുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്ത് യോജിപ്പിക്കുന്നതിന് മുൻപ് ഓരോ ഗർഡറുകളെയും ബലപ്പെടുത്തി നിർത്താൻ ഭാരമേറിയ കമ്പികൾ കൊണ്ട് പരസ്പരം വലിച്ചുറപ്പിക്കാറുണ്ട്. പാലവും തൊട്ടുമുന്നിലെ ഗർഡറും തമ്മിലുള്ള ജോയിന്റ് കോൺക്രീറ്റ് ചെയ്ത ശേഷം മാത്രമേ ഇത് നീക്കം ചെയ്യാറുള്ളൂ. എന്നാൽ തകർന്ന നിർമ്മാണത്തിൽ ഈ രീതിയിൽ വലിച്ചു കെട്ടിയില്ല എന്നത് അപകട കാരണമായി എന്നാണ് പ്രധാന വിലയിരുത്തൽ. വീഴ്ചയുടെ ഉഗ്രശബ്ദത്തെക്കാൾ ആശങ്കയിലായത് നാട്ടുകാരാണ്. എന്നാൽ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്നാണ് ദേശീയപാത അതോറിറ്റി വ്യക്തമാക്കുന്നത്. രാജ്യത്തെ എല്ലായിടത്തും നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സാങ്കേതികത്വമാണ് ഇവിടെയും ഉപയോഗിച്ചത്. എങ്കിലും ഇതിനു മുൻപ് ഉണ്ടാകാത്ത ഒരു അപകടവും വീഴ്ചയും എങ്ങനെ ഉണ്ടായി എന്ന് ദേശീയപാത അതോറിറ്റി പരിശോധിക്കുകയാണ്. ഷിബിൻ ബഷീറിനൊപ്പം മനീഷ് മഹിപാൽ, 24. പൊതുജനം കഴുതയല്ല സാർ. ആ ഗർഡറുകൾ തകർന്നു വീഴുന്ന ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാവും എത്രമാത്രം വലിയൊരു ദുരന്തമാണ് ഒരു തലനാരിഴയ്ക്ക് അകന്നു പോയത് എന്നുള്ളത്. സാധാരണഗതിയിൽ അതൊരു ബീച്ചിന്റെ ഓരമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സമയത്തും അവിടെ ആൾക്കാർ ഉണ്ടാകാറുണ്ട്. നേരത്തെ റിപ്പോർട്ടിൽ കണ്ടതുപോലെ അവിടെ വാഹന പാർക്കിംഗ് നടത്തുന്ന ഏരിയയുമാണ്. പക്ഷേ ഇന്നലെ ഈ ഇടിഞ്ഞു വീഴുന്ന സമയത്ത് അവിടെ ആരും ഉണ്ടായിരുന്നില്ല എന്നതാണ് ഭാഗ്യമായത്, ആശ്വാസമായത്. ആർക്കും ജീവഹാനി എന്നല്ല, ഒരു പരിക്ക് പോലും ആർക്കും ഉണ്ടായിട്ടില്ല എന്നത് ആശ്വാസമാണ്. പക്ഷേ ഇന്നലെ അവിടെ ഒരു വലിയൊരു ആൾക്കൂട്ടം ഉണ്ടായിരുന്നുവെങ്കിൽ അതൊരു വലിയ ദുരന്തത്തിന് വഴിവെച്ചെന്നതാണ് യാഥാർത്ഥ്യം. വലിയൊരു അപകടമാണ് ഈ രീതിയിൽ ഒരു തലനാരിഴയ്ക്ക് ഒഴിവായി പോയത്. അപകടത്തിൽ ഒരു വിഭാഗം ഞെട്ടൽ രേഖപ്പെടുത്തുന്നുണ്ട്. നമ്മൾ അത്തരം പ്രതികരണങ്ങൾ കണ്ടതുമാണ്. എന്നാൽ നിർമ്മാണത്തിലെ ചെറിയ പിഴവാണ് ഈ അപകടത്തിന് കാരണമായത് എന്ന് പറഞ്ഞ് പക്ഷം പിടിക്കുന്നവരുമുണ്ട്. എന്താണ് അവിടുത്തെ നാട്ടുകാർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത് നോക്കാം. ദൈവം കാത്ത ഇപ്പോൾ ആളിൽ ഇവിടെ ആരും ഇല്ലായിരുന്നല്ലോ. സാധാരണ പിന്നെ നോയമ്പ് മാസമൊക്കെ ആയതുകൊണ്ട് ആളില്ല. അല്ലെങ്കിൽ നോയമ്പ് ഫാസ്റ്റിങ്ങിൻ്റെ ആയതുകൊണ്ട്, അല്ലെങ്കിൽ രാവിലെ ആൾക്കാരൊക്കെ നടക്കിൻ്റെ അടിയിൽ കൂടെ ഒക്കെ നടക്കുന്നതല്ലേ. അത് ദൈവം കാത്ത വലിയൊരു അപകടമല്ലേ. ആള് ഒരു വലിയൊരു പോയി പോകുന്നല്ലോ. ചെറിയൊരു പാവപ്പുഴ എന്താ പറ്റി അങ്ങനെ അവർ ഇത്രയും നാളെല്ലാം പണിതല്ലേ. അവരെ കംപ്ലീറ്റ് ഇതിൻ്റെ ബാധിക്കുന്നതല്ലേ. ഇഷ്ടപ്പെട്ട സംഭവമായിട്ട് കൂട്ടാം. അതായത് ബലക്ഷയത്തിൻ്റെ വിഷയം വരുന്നില്ല ഇത് അല്ലേ. ഇപ്പം ഞാനിപ്പോൾ എല്ലാ ദിവസവും ഈ കടപ്പുറത്ത് വരുന്നവനാണ്. അപ്പോൾ ഇത് വീഴണമെങ്കിൽ ഓരോന്നോരോന്നും ഒടിഞ്ഞൊടിഞ്ഞ് വീഴണം. പിന്നെ നമ്മുടെ ഇവിടുത്തെ ആൾക്കാരല്ലേ പാർക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ അവിടെ തന്നെ പാർക്ക് ചെയ്യും. ആ ഒരു പേടി ഇവരെപ്പോഴും കെയർഫുള്ളായിട്ട് തന്നെ ചെയ്യുന്നതാണ്. സംഭവിച്ചതെന്ന് പറയാൻ നേരത്തെ ഇത് പൊക്കി വെച്ചപ്പോൾ ഒരെണ്ണത്തിന്റെ ബാലൻസ് പോയതാണ് സംഭവം.
ഒരെണ്ണം ബാലൻസ് പോയി അതിലേക്ക് വീണതാണ് സംഭവം. ഇല്ല, അവരുടെ കുഴപ്പമില്ല, അങ്ങനെ ആയിരിക്കും. എന്താ വെച്ചാൽ ഇത്ര ഒരു ചെയ്തുകൊണ്ട് വന്നിട്ട് വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ. നല്ല സ്ട്രോങ് പണിയൊക്കെയാണ്, പക്ഷേ ഇതെന്താണ് സംഭവിച്ചത് നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ലല്ലോ. അപ്പോൾ ആ രീതിയിലാണ് നാട്ടുകാർ പറയുന്നത്. രണ്ട് പക്ഷത്തുമുള്ള ആൾക്കാരെ നമ്മൾ കണ്ടു. ഇത്രയും നാൾ ഇതേ ഗഡറുകൾ അവിടെ ഉണ്ടായിരുന്നു, തകർന്നു വീണത് കഴിഞ്ഞ ദിവസമാണ്, അതിൻ്റെ ആ ഒരു ഭാഗ്യം ആണെന്ന് പറഞ്ഞു ഒഴിയുന്ന ഒരുപാടുണ്ട്. എന്തായാലും രാജ്യത്തെല്ലായിടത്തും ഇതേ നിർമ്മാണ പ്രവൃത്തിയാണ് നടത്തുന്നതെന്ന് പറയുന്നു ദേശീയപാത അതോറിറ്റി. പക്ഷേ അപ്പോൾ എങ്ങനെയാണ് ഈ ഗർഡറുകൾ ഈ രീതിയിൽ തകർന്നു വീണത് എന്നത് വിവരിക്കേണ്ടവർ തന്നെയാണ്. അതിലൊരു വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും വലിയൊരു ദുരന്തം ഒഴിവായി പോയി, അതിൻ്റെ ആശ്വാസം പ്രേക്ഷകരും നമ്മുടെ കമന്റ് ബോക്സിൽ പറയുന്നുണ്ട്.